ഹലോ എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ സൺഡേയിലെ ഫ്രീ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോ നമ്മളിപ്പോ സൂമിലാണുള്ളത്. സൂമില് ഒരുപാട് പേര് ഇപ്പോ ടീച്ചർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇവരോടൊപ്പം നിങ്ങൾക്കും ഇതുപോലെ സൂമില് ഡയറക്റ്റ് ടീച്ചറോടൊപ്പം പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങള് മെഗാ മീറ്റപ്പ് ഗ്രൂപ്പില് മെമ്പേഴ്സ് ആവുക. മെഗാ മീറ്റപ്പ് ഗ്രൂപ്പില് മെമ്പേഴ്സ് ആവുമ്പോൾ അവിടെ നിന്നായിരിക്കും നമുക്ക് ലിങ്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടീച്ചറോടൊപ്പം ക്ലാസ്സിൽ പങ്കെടുക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ പേര് സുജാർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ ആണ്, സെലിബ്രിറ്റി കോച്ച്, ബിസിനസ് കോച്ച്, സ്റ്റുഡൻസ് കോച്ച് ആൻഡ് സ്റ്റുഡൻസ് മെന്റർ. യെസ്, അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണ്? എങ്ങനെ നമുക്ക് സങ്കടത്തിന്റെ പടുകുഴിയിൽ നിന്നും സന്തോഷത്തിന്റെ കൊടിമുടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേര് ഈ ഒരു സങ്കടത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്? അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഐ എന്ന ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ആയിട്ടിട്ടെ. പലരും അറിയുന്നില്ല നമ്മൾ ഈ ഒരു സങ്കടത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന്. ഇതൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ സങ്കടത്തിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് പലരും. നമ്മുടെ ലൈഫിൽ പലർക്കും ഇതുപോലെയുള്ള, അതായത് സങ്കടകരമായിട്ടുള്ള ഒരുപാട് അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഇന്ന് എക്സ്ട്രീംലി ഹാപ്പി ആയിട്ടുള്ളവരും ഉണ്ടാകാം. ടീച്ചറിന്റെ ഒരുപാട് സ്റ്റുഡൻസ് അല്ലെ, നിങ്ങള് അത്രയും സങ്കട അവസ്ഥയിലാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തതും അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെ അത്രയും ഹാപ്പിനെസ്സിലുള്ളവരാണെങ്കിൽ യെസ് എന്ന ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ഇടും. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്നോ. യെസ്, വെരി ഗുഡ്, സൂപ്പർ. അപ്പോ നമുക്ക് എത്ര സങ്കടത്തിന്റെ പടുകുഴിയിൽ നിന്നും കയറി വരാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ്. എത്രയോ പേര് കടുത്ത ഡിപ്രഷൻ അവസ്ഥയിൽ നിന്ന് ഇന്ന് എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ക്ലാസ്സുകളിൽ ഷെയർ ചെയ്യുന്നത് കാണാം. ടീച്ചർ, ഞാൻ അത്രയും ഈ ഇടയ്ക്ക് എന്റെ ടീനേജ് ബാച്ചിൽ ഒരു പയ്യൻ അവൻ പറയണ, ടീച്ചർ ഞാൻ ഭയങ്കര സാഡ് ആയിരുന്നു, ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ പറയണ, മോനെ ആ വാക്കൊന്നും എടുത്ത് യൂസ് ചെയ്യല്ലേ. കുഞ്ഞു പിള്ളേരൊക്കെ അത് യൂസ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്കൊരു തോന്നി. ഇപ്പം ഒരു കോമൺ വേർഡ് പോലെയായി ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പിള്ളേരൊരു തമാശ പോലെ എടുത്ത് യൂസ് ചെയ്യുന്ന വേർഡായി മാറി. ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു. മിസ്സിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പൊ ഫുൾ ടൈം ഹാപ്പിയാണ്, എനർജറ്റിക് ആണ്. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി, എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സ്ട്രീംലി ഹാപ്പിയാണ് എന്നൊരു സ്റ്റോറി അവ പറയുകയുണ്ടായി. അപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും പല അവസ്ഥയിലൂടെ കടന്നു ഉണ്ടാവാം. ചിലർക്ക് ഹെൽത്ത് ബ്ലെസ്സിങ്സ് ആയിരിക്കാം. ഹെൽത്ത് ബ്ലെസ്സിങ് ഉള്ളവര് ആ ഒരു അവസ്ഥയെ പറ്റി തന്നെ നിരന്തരം ചിന്തിച്ച് ആ ഒരു സങ്കടത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നവരുണ്ടാവും. ചിലർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ക്യാൻസൽ കടന്നു പോകുന്നവരുണ്ടാകാം. ഇനി ഇതിൽ നിന്നൊന്നും കരകയറാൻ കഴിയില്ല. ചിലരാണെങ്കിൽ വിചാരിക്കും മതിയാക്കാം ഈ ജീവിതം എന്ന് കരുതി ഇത് മതിയാക്കി, ജീവിതം തന്നെ മതിയാക്കി ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നവരുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് നമുക്ക് അത് കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നത് അവരുടെ ലൈഫിൽ മാജിക്കൽ റിസൾട്ട് ആണ് തരുന്നത്. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ടീച്ചർ തരുന്നതാണ്. അപ്പൊ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൽ എന്തോരം പ്രതീക്ഷയാണ് വരുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളമാണ് എനർജി ഹൈ ആവും, ജീവിക്കാനുള്ള ആ ഒരു അഭിനിവേശം വരികയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു സേവനമാണ്. ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു സേവനമാണ്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പം അത്രയും ലൈഫിൽ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയിലേക്ക് ആ വീഡിയോ എത്തുമ്പോൾ അവരത് കണ്ട് അതൊന്ന് കേട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മറികടന്ന് അവർക്ക് ജീവിതത്തിലേക്ക് ആ ജീവിതം, ശരിക്കും പറഞ്ഞ ലൈഫ് ഈസ് സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ്. ജീവിക്കാൻ എന്ത് രസാന്നറിയാവോ? അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ പറയാം, ടീച്ചറിന് അതൊക്കെ പറയാം, ടീച്ചറിന് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ഇൻ യുവർ ലൈഫ്, അതുകൊണ്ട് ടീച്ചറിന് പറയാൻ ജീവിക്കാൻ ഭയങ്കര രസമാണെന്ന്. ശരിക്കും അങ്ങനെയല്ല. ഞാൻ ഏറ്റവും സങ്കടത്തിന്റെ പടുകുഴിയിൽ കിടന്ന ഒരാളാ. എന്നെ അറിയാവുന്നവർക്കറിയാം അല്ലെ, എത്രത്തോളം ഹെൽത്ത് ബ്ലെസ്സിങ് ആയിട്ട് ഇനി ഒരിക്കലും കംപ്ലീറ്റ് ബെഡ് റിഡൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് സർവ്വ ഡോക്ടേഴ്സും വിധി എഴുതി. ഞാൻ കടന്നുപോയ പെയിനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തെ അവസ്ഥയായിരുന്നു. ക്യാൻസൽ
കരിയറിൽ അതുപോലെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, കയ്യിൽ 5 പൈസയല്ല, എന്റെ അക്കൗണ്ടിൽ 0 ബാങ്ക് ബാലൻസ് ആയിരുന്നു. ഈ അവസ്ഥകളിലൂടെയല്ലേ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം, എന്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, ഹസ്ബൻഡ് ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ. മൊത്തത്തിൽ പറഞ്ഞാല് എല്ലാ ഏരിയയിലും സന്തോഷമില്ലാത്ത അവസ്ഥ, എല്ലാ ഏരിയയിലും പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ അനുഭവിക്കുന്ന ഏത് പ്രശ്നവും എനിക്കത് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ്. ഞാൻ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡിസൈൻ. കാര്യം എനിക്ക് ആ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾക്കെ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അത്രത്തോളം ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെന്ന്, അല്ലെ? പലരും കരുതുന്നത് ഈ ഒരു അവസ്ഥയെ മറികടന്ന് മുന്നോട്ട് വരാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്, റിലേഷൻഷിപ്പിലെ പ്രശ്നം. നമ്മൾ എത്ര സ്നേഹിച്ചാലും മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത അവസ്ഥ, അല്ലെ? എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥ ചിലർക്ക്. വീട്ടമ്മമാരാണെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകും, മക്കള് പഠനത്തിന് പോകും, വീട്ടുജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഇല്ലാത്ത കാര്യങ്ങളെ ഡിപ്രഷനും ആങ്സൈറ്റിയും കൺസൽ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒരുപാട് കഴിവുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാനും ഇതുപോലെയായിരുന്നു ഒരു കാലത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ ഞാൻ എന്ത് ചെയ്യണം? എന്റെ നിരന്തര ചിന്ത ഇതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്കറിയില്ല എന്ത് ചെയ്താലാണ് ലൈഫിൽ സക്സസ്ഫുൾ ആകുക. എനിക്ക് ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ എത്തിയിട്ട് എനിക്ക് ഒരുപാട് പേർക്ക് നന്മ ചെയ്യണം. ഇന്ന് ഞാൻ ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ എത്താനായിട്ട് ശരിക്കും ആഗ്രഹമുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ മനസ്സിൽ എപ്പോഴുമുള്ള ചിന്ത ഇതായിരുന്നു. പക്ഷെ അതിലേക്ക് എത്താൻ പറ്റാതിരിക്കുമ്പോൾ മനസ്സിലാകെ സങ്കടവും ഡെസ്പറേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ആ ദേഷ്യവും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റിയിൽ ജീവിച്ചപ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇതൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും അവസ്ഥയാണ്. നിങ്ങളിൽ പലരും ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാവും. ടീച്ചറിന് മനസ്സിലാവും. നിങ്ങള് കഴിവില്ലാഞ്ഞിട്ടല്ല. പലരും വീട്ടിലെ പല വീട്ടമ്മമാരും 4 ചുവരുകൾക്കുള്ളിൽ, അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ കുടുങ്ങി അങ്ങനെ കിടക്കും. പലപ്പോഴും വിഷമിക്കാറുണ്ട്, ആരും കാണാതെ കരയാറുണ്ട്. ചിലപ്പം ഭർത്താക്കന്മാര് സന്തോഷമായിട്ടിരിക്കുന്നോ, നീ സുഖമാണോ, നിനക്ക് എന്തെങ്കിലും വേണോ എന്നൊരു വാക്കുപോലും പലപ്പോഴും ചോദിക്കാറില്ല. ഒരു യന്ത്രത്തെ പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു അപ്രീസിയേഷൻ ആരില്ലെന്നും കിട്ടാത്ത അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇതൊക്കെ പലർക്കും സങ്കടത്തിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ചിലർക്ക് ജോലി കിട്ടുന്നില്ല. ഞാനൊക്കെ എത്രയോ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ജോലി കിട്ടാൻ വേണ്ടി എവിടെയെല്ലാം അലഞ്ഞിട്ടുണ്ട്, എത്ര വാതിലുകൾ മുട്ടിയിട്ടുണ്ട്. ചിലർക്ക് ജോലി കിട്ടാത്ത അവസ്ഥ, പ്രൊമോഷൻ വരുന്നില്ല. ജോലിയുണ്ട്, അതിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, കൊളീഗ്സ് ഒരു സപ്പോർട്ടീവ് അല്ലാത്ത അവസ്ഥ, പലതരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് ഓഫീസിൽ നടക്കുന്നത്. ഇതൊക്കെ പല രീതിയിലും നമ്മളെ അലട്ടുന്നുണ്ടാവാം. ലോൺലിനെസ്, കുടുംബത്തിൽ മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ, ഇനി എന്തൊക്കെ ചെയ്തിട്ടും ലൈഫ് പാർട്ട്ണറുമായിട്ട് ഒന്ന് ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ, മക്കളുമായിട്ട് ഒന്ന് ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് നെഗറ്റീവ് ചിന്തകളും പ്രശ്നങ്ങളും, ഇങ്ങനെ കുറേയധികം വിഷമ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത്, വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ഇത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സങ്കടത്തിന്റെ ആ ഒരു പടുകുഴിയിൽ നിന്ന് എഴുന്നേറ്റ്, നിങ്ങൾക്കറിയാവോ അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ ഈ സങ്കടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, അല്ലെ? സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഇങ്ങനെ കാണിച്ച്. യെസ്, എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിലേക്ക് എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, നമുക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. ശരിയാണ്, ടീച്ചർ പറയുന്ന ഗോൾ സെറ്റ് ചെയ്യണം, പക്ഷെ പറ്റുന്നില്ല. കുറെ നേരം നമ്മൾക്ക് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ തോന്നുന്നു ശരി അതൊക്കെ ചെയ്യണം, പക്ഷെ വീണ്ടും ബാക്ക് അടിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. കാര്യം എന്താ? നമ്മുടെ മനസ്സിനകത്ത് കുറേയധികം സങ്കടങ്ങൾ നമ്മളിങ്ങനെ താലോലിച്ച് കൊണ്ടു നടക്കുക. ചിലര് കറ്റാസ്ട്രോഫൈസിംഗ് എന്ന് പറയും. അവർക്ക് ആ കഴിഞ്ഞുപോയ കാലത്തിലെ വേദനകളെയൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് അതിങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ച്, പണ്ട് ഞാനും ഇതുപോലെയായിരുന്നു. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ ചെല്ലുമ്പോൾ എന്റെ സങ്കടത്തിന്റെ ഭാണ്ഡക്കെട്ട് ഞാൻ അഴിച്ചു വെക്കുന്ന സ്ഥലം എന്റെ കട്ടിലായിരുന്നു. അവിടെ അങ്ങോട്ട് അഴിച്ചു വെച്ചിട്ട് പണ്ട് മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഓർത്ത് കരഞ്ഞ് 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 ഞാൻ വർഷങ്ങൾ ജീവിച്ചു.
ഇന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ഇതൊന്നും എത്ര വർഷങ്ങളാണ് ഞാൻ പഴകിക്കളഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരു അവസ്ഥ ആർക്കും പറ്റാതിരിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ സങ്കടത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കും. ഈ ഇടയ്ക്ക് 1-to-1 സെഷനിൽ വന്ന ഒരു സ്റ്റുഡന്റ് ആള് ഒരു ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ, വലിയൊരു ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോവുകയാണ്. അപ്പോ ഒരു വ്യക്തിക്ക് ഫൊർഗീവ്നെസ്, അപ്പോ ആളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് 1-to-1 സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഫൊർഗീവ്നെസ് കൊടുക്കാത്തത് കൊണ്ടാണ്, മാപ്പ് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത അത്രയും തെറ്റാണ് മറ്റേ വ്യക്തി ചെയ്തത്. അപ്പൊ ഞാൻ ഈ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കി, മാപ്പ് കൊടുക്കാതിരുന്നാൽ നഷ്ടം അവർക്കല്ല നമുക്ക്. നമ്മുടെ ആരോഗ്യം ഇങ്ങനെയായി ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിലെ മനസ്സമാധാനം നഷ്ടപ്പെടും, നമുക്ക് ഉയർച്ചയുണ്ടാവില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ആളെ കൊണ്ട് ഫൊർഗീവ്നെസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് കിട്ടിയ ഒരു ആശ്വാസം, സമാധാനം, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റും. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾ ആരോടെങ്കിലും ഒക്കെയുള്ള ദേഷ്യവും വിരോധവും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതെല്ലാം വിട്ടുകള, മനസ്സിൽ നിന്ന് കളഞ്ഞ് അവർക്കെല്ലാം മാപ്പ് കൊടുത്ത്. കാരണം പലരും പറയും ഞാൻ ഈ ജന്മം പുറത്തു കൊടുക്കില്ല, ക്ഷമിച്ചു കൊടുക്കില്ല, അത് എന്റെ മനസ്സിനകത്തിരിക്കും, ചങ്കിനകത്തിരിക്കും, ഞാൻ പോകുമ്പം അല്ലെ എന്നോടൊപ്പം ഇത് മണ്ണിൽ പോവുള്ളൂ, അങ്ങനെ വരെ വാശിയിൽ നടക്കുന്നവരുണ്ട്. എന്റെ പല ബന്ധുക്കളുടെ കൂട്ടത്തിലും ഇങ്ങനെ പലരോടും പല പിണക്കങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട്. ഞാൻ അവരോടൊക്കെ ആദ്യഘട്ടത്തിൽ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവരോട് പറയും, ക്ഷമിച്ചുകൊട്. അപ്പൊ അവര് പറ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്, ഞാൻ ക്ഷമിക്കണം, അവരെന്നെ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ പറ. പിന്നീട് ഞാൻ അത് നിർത്തി. കാര്യം എന്താണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് ഉറപ്പുള്ളവരടുത്ത് നമ്മൾ പറയാൻ പോകാവൂ. ഇല്ലാതെ പറഞ്ഞ് നമ്മൾ വെറുതെ നാണം കെടാന്നല്ലാതെ പ്രത്യേകിച്ച് അതിൽ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. സോ അങ്ങനെയുള്ളവരെ നമ്മൾ വിട്ടേക്കാം. മാറാൻ തയ്യാറുള്ളവർ മാറട്ടെ. പക്ഷെ ഒരുപാട് പേരിപ്പോ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എന്റെ ബന്ധുക്കളാണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അവരൊക്കെ ആ ഒരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പതുക്കെ വേൾഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്താനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന നല്ല നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് പഠിക്കുക. നമുക്ക് അറിവ് എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ നമ്മൾ ശേഖരിച്ച് അതിനെയൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അറിവ് കിട്ടിയിട്ട് കാര്യമില്ല, ഇതിനെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. പലരും ചോദിക്കാൻ ടീച്ചർ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ഇനി അഡ്മിഷൻ ഉണ്ടോന്ന്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഓഗസ്റ്റ് 5-ാം തീയതി വരെയും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാര്യം സ്റ്റുഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5-ാം തീയതി 7 മണിക്ക് ഗോൾഡ് ക്ലാസിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അതുപോലെ ഓഗസ്റ്റ് 5-ാം തീയതി 9 മണിക്ക് 9 PM ക്ലാസിന്റെ അഡ്മിഷനും ക്ലോസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 5-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പേര് ടീച്ചർ വീണ്ടും, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഈ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് ഈ 1 മന്ത് ക്ലാസ് പറഞ്ഞ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉള്ളവരും ഓഗസ്റ്റ് 5-ന് മുന്നേ തന്നെ അഡ്മിഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പൊ നമുക്ക് ഈ അവസ്ഥയിൽ നിന്നും കരകയറാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഒന്നാമതായിട്ട് നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. ജേർണലിങ് ഇതിന് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ പലരും എന്താ ചെയ്യുന്നത്, ഈ സങ്കടത്തിൽ ജീവിക്കുന്നവരൊക്കെ ആലോചിച്ച് നോക്കി, അവർ കഴിഞ്ഞുപോയ കാലത്തിലാണ് ജീവിക്കുന്നത് അല്ലെ. 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 2 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് അവരുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞ വിഷമകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ച് വീണ്ടും വീണ്ടും അതിനെ അവർ ഒരു വട്ടം പറഞ്ഞു പോയി, പക്ഷെ അത് നമ്മുടെ മനസ്സിൽ വീണ്ടും 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 ചിന്തിച്ച് ആ മുറിവിനെ കൂടുതൽ ആ മുറിവിനെ വലിയൊരു വ്രണമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിച്ചു നോക്കെ, ഞാൻ മൈൻഡ്ഫുൾനെസ്സിലാണോ ഇരിക്കുന്നത്, ഞാൻ ഈ നിമിഷത്തിലാണോ ഇരിക്കുന്നത്, അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ പാസ്റ്റിലാണോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ. പലരും പാസ്റ്റിലാണ്, കഴിഞ്ഞ കാലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റിൽ നടന്നതിനെ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ എന്ത് പറ്റും, വീണ്ടും നമ്മുടെ ഫ്യൂച്ചറിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ദൈവത്തെ പഴിക്കും, ദൈവത്തിന് പോലും എന്നെ വേണ്ട, എന്റെ ജീവിതം എന്തിങ്ങനെ, വൈ മീ ഗാഡ്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എന്റെ ജീവിതത്തിൽ എന്താ ഉയർച്ചയില്ലാത്ത, എനിക്ക് മാത്രം എന്താണ് വളരാൻ പറ്റാത്ത, ബാക്കി എല്ലാവരും സക്സസ്ഫുൾ ആകുന്നു, എനിക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും സക്സസ്ഫുൾ ആകുന്നു, എനിക്ക് മാത്രം ഉയർച്ച കിട്ടുന്നില്ല, എനിക്ക് മാത്രം വളരാൻ പറ്റുന്നില്ല, എനിക്ക് മാത്രം എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെ. പലർക്കും കോറിലേറ്റ് ചെയ്യാൻ പറ്റും. പലരും ദൈവത്തോട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാനും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തും,
നമ്മളെ കുറ്റപ്പെടുത്തും. ഞാനേ ശരിയല്ല, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. അവനവനെ കുറ്റപ്പെടുത്തും. ചുറ്റും നിൽക്കുന്നവരെ, എന്റെ ലൈഫ് പാർട്ണർ ശരിയല്ല, മക്കള് ശരിയല്ല, ബന്ധുക്കൾ ശരിയല്ല, എന്റെ ഭർത്താവിന്റെ വീട്ടുകാര് ശരിയല്ല, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാര് ശരിയല്ല, നാട്ടുകാരെ, മറ്റുള്ളവരെയും പഴിച്ച്, അവനവനെയും പഴിച്ച്, ദൈവത്തെയും പഴിച്ച് എത്ര നാള് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇതാണോ ശരിക്കും ലൈഫ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഭൂമിയിൽ കിടന്ന് നരകിക്കാനും കഷ്ടപ്പെടാനും വിഷമിക്കാനും ഒന്നുമല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. നമുക്ക് സന്തോഷിക്കാനാ, ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനാ, ആഘോഷിക്കാനാ, ആഘോഷമാക്കി മാറ്റണം നമ്മൾ. അത് ആരും കൊണ്ടുവന്ന് തരില്ല സന്തോഷം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സന്തോഷം നമുക്ക് ആരെങ്കിലും ഇങ്ങനെ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ചേട്ടാ രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റുന്ന സാധനമാണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ സന്തോഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കഴിഞ്ഞതെല്ലാം വിട്ടുകളയുക. പാസ്റ്റിലുള്ള വേദനകൾ, ആവശ്യമില്ലാത്തതിലിട്ടൊന്നും ഞാൻ ഇനി പോവില്ല, ചിന്തിക്കില്ല. നമ്മുടെ മനസ്സിന് വിഷമം തരുന്ന കാര്യങ്ങളൊന്നും കൊടുക്കാതെ നല്ലതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കാം. മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുക, ഈ നിമിഷത്തിൽ ഇരിക്കുക. ഡെയിലി നിങ്ങൾ എക്സർസൈസ് ചെയ്യണം. എത്ര പേര് ഡെയിലി എക്സർസൈസ് ചെയ്യാറുണ്ട്? ചെയ്യാറുള്ളവർ ഐ എന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുന്നവർ പലർക്കും ആഗ്രഹമുണ്ട്. ചെയ്യൂ. നമുക്കറിയാം എക്സർസൈസ് ചെയ്താൽ ബോഡിക്ക് നല്ലതാണ്. ചിലർ ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യും, കുറച്ച് ദിവസം ചെയ്യും, പിന്നെ നിർത്തും. എന്തുകൊണ്ടാണ്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് 1 മന്ത് ക്ലാസ് വെച്ചേക്കുന്നത് തന്നെ പലർക്കും ഈ പ്രാക്ടീസുകൾ ചെയ്യണമെന്ന് അറിയാം, ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് പറയും, പക്ഷെ അവർ ചെയ്യില്ല. അപ്പൊ അവരെ ഇങ്ങനെ ഉന്തി തള്ളാൻ ആരെങ്കിലും ഒരാൾ വേണം. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യൂ, പ്രാക്ടീസ് ചെയ്യൂ, നിങ്ങള് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാരെ കൊണ്ടും ചെയ്യിക്കാൻ ഒരാൾ വേണം, അല്ലെ? അങ്ങനെ ഉന്തിത്തള്ളി ചെയ്യിക്കാനാണ് കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ടീച്ചർ ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ 2 ബാച്ചിലും കൂടെ ഏകദേശം 700-ൽ പരം സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തു കഴിഞ്ഞു. ഇനിയും സ്റ്റുഡൻസ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഓരോ മാസം കഴിയും തോറും ഈ സക്സസിന് മേളിൽ സക്സസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന്, പക്ഷെ നമ്മളെ ആരെങ്കിലും ഒന്ന് ചെയ്യിക്കാൻ നമുക്ക് വേണം. അപ്പൊ ആ ചെയ്യുന്നവർക്ക് അത്രയും റിസൾട്ട് വരികയാണ് അവരുടെ ജീവിതത്തിൽ, അത്രയും മാറ്റങ്ങൾ വരികയാണ്. ആ സങ്കടത്തിൽ നിന്ന് അവർ കരകയറി വരികയാണ്. എല്ലാ ദിവസവും ഈ സങ്കടത്തിന്റെ പടുകുഴിയിൽ നിന്ന് കരകയറാൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യാതെ, മെഡിറ്റേഷൻ നമ്മൾ എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ നമ്മൾ ചാർജിൽ ഇട്ടില്ല, എന്ത് സംഭവിക്കും? ചാർജ് ഇല്ല, അതായത് ഇതിനകത്ത് നെറ്റും ചാർജ് ചെയ്തിട്ടില്ല, നമ്മൾ ഇതിനകത്ത് കറണ്ടും ചാർജ് ചെയ്തിട്ടില്ല, ഇതിനകത്ത് ഇത് എങ്കിൽ ഈ ഫോണിന്റെ അവസ്ഥ, ഈ ഫോൺ എന്തിനു കൊള്ളാം? ഇത് വെറും ഒരു കളിപ്പാട്ടം പോലെ ഉപയോഗിക്കാൻ കൊള്ളാം, ശരിയല്ലേ? ഇതുപോലെയാണ് ചാർജ് ചെയ്യാത്ത മനുഷ്യർ, മെഡിറ്റേഷൻ ചെയ്യാത്ത മനുഷ്യർ. അവരൊരു ടോയ് അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫോണിലേക്ക് നമ്മൾ ഇന്റർനെറ്റും ചാർജ് ചെയ്ത്, ഫോണിൽ അല്ല ചാർജർ കുത്തി ചാർജ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ചാർജ് ആവും? നമുക്ക് ഇതുകൊണ്ട് എന്തെല്ലാം യൂസ് ഉണ്ടെന്ന് ആലോചിച്ച്. അപ്പൊ ചാർജ് ചെയ്യാത്തൊരു ഫോണും ചാർജ് ചെയ്യുന്നൊരു ഫോണും തമ്മിലുള്ള വ്യത്യാസമല്ലേ? അതുപോലെയാണ് മെഡിറ്റേഷൻ ചെയ്യാത്തൊരു വ്യക്തിയും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മള് ചാർജർ കറണ്ടിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചാർജറിലൂടെ നമ്മുടെ ഫോണിലേക്ക് ചാർജ് കയറും, അല്ലെ? ആ ചാർജ് കയറുമ്പോൾ ആ ഫോൺ പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആരുമായിട്ടാ കണക്ഷനിൽ വരുന്ന? യൂണിവേഴ്സൽ എനർജി. യൂണിവേഴ്സൽ എനർജിയാണ്. നമ്മൾ ചാർജർ കുത്തി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചാർജറിൽ നിന്ന് ഫോണിലേക്ക് ചാർജ് കയറുന്ന പോലെ മെഡിറ്റേഷൻ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അലൈൻഡ് ആവുകയാണ്. യൂണിവേഴ്സൽ പ്രാപഞ്ചിക ശക്തി നമ്മളിലൂടെ ഒഴുകുകയാണ്, നമ്മളിലേക്ക് കോസ്മിക് എനർജി വരികയാണ്. അവിടെയാണ് ജീവിതത്തിന്റെ മാറ്റം സംഭവിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞാൻ ദിവസവും ചെയ്യുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ല ഒരു കാം ആൻഡ് പീസ്ഫുൾ സ്റ്റേറ്റ് കിട്ടും. പലർക്കും ഈ സന്തോഷം കിട്ടാത്ത അവസ്ഥ, സമാധാനം കിട്ടാത്ത അവസ്ഥ, നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥ, മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആവും. നമുക്ക് വളരെയധികം ശാന്തിയും സമാധാനവും നമുക്ക് മനസ്സിന് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ അപ്പൊ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കണം. എന്തെങ്കിലും കാര്യം ചെയ്യുന്ന എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഉടനെ മനസ്സിൽ യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ആം കേപ്പബിൾ, ഐ ക്യാൻ ഡു ഇറ്റ്. ഇതിൽ ഞാൻ പരാജയപ്പെടുമോ? ഉടനെ ഇല്ല, ഞാൻ വിജയിക്കും, ഉറപ്പായിട്ട് ഞാൻ വിജയിക്കുന്ന. നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് റീപ്ലേസ് ചെയ്യണം. എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ബീയിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക.
അതായത് പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ എക്കാർട്ട് ടോളയുടെ ഒരു പുസ്തകമുണ്ട്. അത് വായിക്കാൻ മലയാളത്തിലുള്ള പുസ്തകം തന്നെ വായിച്ചാൽ അത് മലയാളം വായിച്ചെടുക്കാൻ കുറച്ച് സങ്കീർണമാണ്. പക്ഷേ എക്സലന്റ് ബുക്കാണ്. വായിച്ചിട്ടില്ലാത്തവരൊന്ന് വായിച്ചു. അതിൽ വായിക്കുമ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ്. കഴിഞ്ഞ കാലത്തിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മളുടെ ചിന്തകളെ നമ്മൾ അഴിച്ചു വിടാതിരിക്കുക. ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് കാമാവാനും നെഗറ്റീവ് ചിന്തകളുടെ ഫ്രീക്വൻസിയെ കുറച്ചു കൊണ്ടുവരാനും കഴിയും. അതുപോലെ തന്നെ പോസിറ്റീവ് വിഷ്വലൈസേഷൻ കൊടുക്കുക. നിങ്ങൾ വിഷ്വലൈസ് പോസിറ്റീവ് ഔട്ട്കം ഓർ സക്സസ്ഫുൾ സെനാരിയോ. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ സക്സസ്ഫുൾ ആയി മാറുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇത് നമ്മുടെ മൈൻഡ് സെറ്റിനെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ. നേരത്തെ വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ, എനിക്ക് അതിനുള്ള പ്രോബ്ലത്തിൽ തന്നെ കിടക്കാതെ സൊല്യൂഷൻ കണ്ടെത്തുക. എനിക്ക് എന്താണ് എന്റെ ടാലന്റ്, എനിക്ക് എന്താണ് എന്റെ കഴിവ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ അതിലേക്ക് കണക്ട് ആവുകയും നമുക്കൊരു വഴി തെളിയുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചിന്തിച്ചതാ, എനിക്കിങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, എനിക്ക് ഇന്ന് ഈ ഹെൽത്ത് ബ്ലെസ്സിങ്ങിൽ നിന്ന് ഞാൻ മറികടന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് എത്ര പേർക്ക് വെളിച്ചമാകാൻ പറ്റും, എനിക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചിന്തിച്ചു. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഞാൻ അതിനെ അട്രാക്ട് ചെയ്തു. ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഫാനാണ്. കാരണം പലരും പറയും ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു വേണ്ടി ഇത് യൂസ് ചെയ്തു, അത് യൂസ് ചെയ്തു, എനിക്ക് നടന്നില്ല എന്നൊക്കെ പറയും. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ നിമിഷം എത്തി നിൽക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്റെ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നാണ്. വീട്ടിൽ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ റൂം, സ്വന്തമായിട്ടൊരു ഓഫീസ് റൂം വേണം, അവിടെ ഇരുന്ന് ക്ലാസ്സുകൾ എടുക്കണം. അതുപോലെ ഇന്ന് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നേടിയിട്ടുള്ള കാര്യങ്ങൾക്ക് കയ്യും കടക്കൂല. അത്രത്തോളം കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ സത്യസന്ധമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഇതിൽ വിശ്വസിക്കണം. ചിലർക്ക് ഇത് വിശ്വാസമൊന്നുമില്ല, ആരെങ്കിലും പറയുന്നത് കേട്ടാ ട്രൈ ചെയ്ത് നോക്കാമെന്ന രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, സോളോ ട്രിപ്പ്. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് നിങ്ങൾ ഒരു സോളോ ട്രിപ്പ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോകണം, ആ ട്രിപ്പിനെ എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകണം, അത് എൻജോയ് ചെയ്യും. ഫാമിലിയുമായിട്ട് പുറത്തു പോകണം, എൻജോയ് ചെയ്യും. ബീച്ചിൽ പോകണം. യെസ്, ഞാൻ ആഴ്ചയില് 7 ദിവസം ഉള്ളത് ഞാൻ സൺഡേയിൽ, എല്ലാ സൺഡേയിലും എനിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ബാക്കിയുള്ള ദിവസം എല്ലാം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, അതൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ട് സൺഡേയിൽ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് എന്റെ ഫാമിലിക്കൊപ്പം ഒരു ഔട്ടിങ്, അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു സെൽഫ് പാമ്പറിങ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആണ്. കാര്യം എന്താണ്, ഇപ്പോഴും നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മൾ ഹാങ് ആയി പോകും അല്ലെ, മൊബൈൽ ഹാങ് ആകുന്ന പോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത് നമ്മുടെ മൂഡ് എലവേറ്റ് ചെയ്യാൻ. നമ്മൾ ഈ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡൗൺ ആയി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്ന് ഓരോരുത്തരും പ്ലാൻ ചെയ്ത്, ഇന്ന് സൺഡേയാ, എനിക്ക് എങ്ങനെ കൂടുതൽ എന്നെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, കമന്റിലേക്ക് ഇട്ടെ. ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട്, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കൊടുക്കാനായിട്ട്, ഒരു സെൽഫ് ലവിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് എന്താ, എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ, നോക്കട്ടെ. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ടീച്ചർ NLP ടെക്നിക്ക് പഠിപ്പിക്കാറില്ലേ, അതിലൂടെ നമ്മൾ പാസ്റ്റിലെ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് പുറത്തു വന്ന് പുതിയൊരു ഹാപ്പി ഇമോഷനിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകണം ടീച്ചർ, ഒരു അഫർമേഷൻ പറഞ്ഞു തരാമോ എനിക്ക് അതിൽ നിന്ന് മറികടക്കാനായിട്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു അഫർമേഷൻ പറഞ്ഞത് കൊണ്ടോ ഒരു ഹോപ്പണപ്പണോ ചെയ്തുകൊണ്ടോ നമുക്ക് ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് മറികടന്ന് വരാൻ പറ്റുമെന്ന്? കാര്യം എന്താ, അവിടെ നമ്മുടെ ഫ്രീക്വൻസി ലോ ആണ്. ലോ ഫ്രീക്വൻസിയിൽ നിന്നാൽ എങ്ങനെയാണ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ നേടുക? നമ്മുടെ ഫ്രീക്വൻസിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. നമ്മുടെ സിൽവർ ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിക്കുന്നതാണ് എങ്ങനെ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നമുക്ക് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ച് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുത്ത് നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും. അപ്പോ നമുക്ക് സന്തോഷത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ്, നിങ്ങൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പലർക്കും ജീവിതത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം ലക്ഷ്യങ്ങളേ ഇല്ല. വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ഒരു വരുമാനം ഇല്ലാത്തൊരു വ്യക്തി എനിക്ക് പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്നല്ല എഴുതുന്നത്, ആദ്യം ഒരു ചെറിയ ഗോള് സെറ്റ് ചെയ്യാം.
അത് അച്ചീവ് ചെയ്തിട്ട് അടുത്ത ഗോൾ സെറ്റ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗോൾസ് അച്ചീവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നല്ല സെൽഫ് കെയർ കൊടുക്കുക, സെൽഫ് ലവ് കൊടുക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ചുറ്റുമുള്ളവരാര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമ്മൾ നമ്മളെ സ്നേഹിക്കുക. ഐ ആം ഇനഫ്, ഐ ആം ഗുഡ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. സ്വന്തമായിട്ട് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നെ പാമ്പറിങ് കൊടുക്കുക, നിങ്ങൾക്ക് തന്നെ സ്നേഹം കൊടുക്കുക, സെൽഫ് ലവ് പ്രാക്ടീസുകൾ കൊടുക്കുക, സെൽഫ് കെയർ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ സന്തോഷത്തെ ഉയർത്താനായിട്ട് നമ്മളെ സഹായിക്കും. ലേൺ ഫ്രം പാസ്റ്റ് മിസ്റ്റേക്സ്. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കാലത്തിൽ അനുഭവിച്ച കുറേയധികം വിഷമങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വന്നിട്ടുണ്ടാവും. ആ സങ്കടങ്ങൾ ഇങ്ങനെ പിടിച്ചു വെക്കണ്ട. അതിൽ നിന്നും നമ്മൾ എന്തോ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു പാഠം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ സിറ്റുവേഷൻ എല്ലാം വിട്ടേക്ക്, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. പക്ഷെ നമ്മൾ അതിൽ നിന്നും പഠിച്ച പാഠം മാത്രം മനസ്സിൽ ഉൾക്കൊള്ളുക. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 1 PM ക്ലാസ്സിൽ. ആ കുട്ടി എൻ്റെ അടുത്തേക്ക് 1-to-1 സെഷനിൽ വരുമ്പോൾ റിലേഷൻഷിപ്പിൽ മൊത്തം പ്രശ്നമായിരുന്നു. അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ ഭർത്താവ് ആ കുട്ടിയെ തല്ലി, മദർ ഇൻ ലോ തല്ലി, കുറേയധികം ഇഷ്യൂസ് ആയിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രയേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതും എല്ലാം പറഞ്ഞു കൊടുത്ത് ആ കുട്ടി അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് ഒരു ദിവസം എന്റെ ക്ലാസ്സിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ടീച്ചറെ ശരിക്കും ഇത് മാജിക് ആണോ? ഇതെങ്ങനെ ഇത് സംഭവിക്കുന്നത്? കാര്യം ഇനി ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്ന് കരുതിയിരുന്ന ഞാനിന്ന് ഭർത്താവിന്റെ വീട്ടിലാണ് ജീവിക്കുന്നത്. അതേ അമ്മായിയമ്മ എന്നെ തല്ലി, അതേ അമ്മായിയമ്മ ഇന്ന് എന്നെ അത്രയും സ്നേഹത്തിൽ കൊണ്ടു നടക്കുകയാണ്. അതേ ഭർത്താവ്, എന്നെ അത്രയും വേദനിപ്പിച്ച ഭർത്താവ് ഇന്ന് എന്നെ അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യണം. ഇത് എന്താണ് ടീച്ചറെ, മാജിക് ആണോ എന്ന് എന്നോട് ചോദിച്ചു. ഇത് മാജിക് അല്ല. നമുക്ക് ആർക്കും ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിൽ ആ ലോകത്തെ സൃഷ്ടിക്കുക. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ ഒരു ഹാപ്പി ലൈഫ് വിഷ്വലൈസ് ചെയ്യുക. എക്സാക്ട്ലി അതുപോലെ ആയി. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ സങ്കടത്തിൽ നിന്ന്, ചിലർക്ക് അതികഠിനമായിട്ടുള്ള ഡിപ്രഷൻ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് മറികടന്ന് വരാൻ പാടായിരിക്കും. അപ്പൊ നിങ്ങളൊരു മെന്ററുടെ ഹെൽപ്പ് എടുക്കുക. ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പലർക്കും ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെറിയൊരു എമൗണ്ട് മുടക്കാനായിട്ട് ഭയങ്കര മടിയാണ്. നമുക്ക് അതിന് പൈസ ഇല്ല, നെറ്റ് ചാർജ് ചെയ്യാൻ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഇതിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ ബാങ്കിലോ അവിടെ ഇവിടെ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ശരിക്കും ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ നല്ല ക്ലാസ്സുകളും കോഴ്സുകളും നല്ല പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ വാങ്ങി വായിക്കുക. അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഇതിലെ കൂടെ കേട്ടിട്ട് ഇതിലെ കൂടെ കളഞ്ഞാൽ ഒരു മാറ്റവും വരില്ല. അപ്ലൈ ചെയ്യണം. ഞാൻ ഓരോ പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ അകത്തുള്ള അറിവുകൾ ഓരോന്നും ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ കയറി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സങ്കടത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ്, സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളിലേക്ക് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നമുക്ക് കയറി വരണം. നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുക. ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുക, കോഴ്സുകൾ എടുത്ത് പഠിക്കുക, നമ്മൾ പിന്നെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഓരോ നോളജിനെയും വിസ്ഡത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അറിവിനെ തിരിച്ചറിവിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷത്തിലേക്ക് എത്താൻ പറ്റും. അലൈൻമെന്റ് സ്റ്റേജ്. അലൈൻമെന്റ് എന്താണെന്ന് അറിഞ്ഞിടാത്ത ആ വീഡിയോ ഒന്ന് കാണുക. സുജാർ മോഹൻ അലൈൻമെന്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് നോക്കുക. അലൈൻമെന്റിൽ എത്താത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അലൈൻമെന്റിലേക്ക് എത്താൻ വേണ്ടി വർക്ക് ചെയ്യുക. ഇതിൽ അലൈൻമെന്റിൽ എത്തിച്ചേർന്നവര് അലൈൻമെന്റ് എന്ന ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ഇടാവുന്നതാണ്. ഓക്കെ, യെസ് പ്രസന്ന മാം പറയൂ. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ പ്രസന്ന മാം. മാം, ഞാൻ ഹെൽത്ത് ടെസ്റ്റിംഗ് ആയിട്ടായിരുന്നു വന്നതേ. ഞാൻ എപ്പോഴും അങ്ങനെ പോവലെന്ന് ക്യാൻസർ ആസ്പത്രിയിൽ 2 മാസമായി ടീച്ചറെ കൂടെ കൂടിയിട്ട് ഞാൻ ഇന്ന് വരെ ആസ്പത്രിയുടെ പടി പോയിട്ടില്ല. മക്കൾക്കും ഏട്ടനൊക്കെ എപ്പോഴും എന്നെ കൊണ്ടുപോരായിരുന്നു. അവര് തന്നെ ഒരു ഇതായിരുന്നു. ഇതുവരെ ഞാൻ പിന്നെ പോയിട്ടില്ല. അത് ഭയങ്കര ഇതാണ്. എന്റെ മക്കളും പറയുന്നു, അമ്മേ എന്തൊരു ഇതാ. എന്റെ മോളാണ് എനിക്ക് ടീച്ചറെ പറ്റി ഇങ്ങനെ ഈ ക്ലാസ് ഒക്കെ പറഞ്ഞു തന്നത്. മോളാണ് എടുത്തു തന്നത്. മോള് പറയും, അമ്മ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി, ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട അമ്മേ, അത് മാത്രം മതിയത്. ഇന്നലെയും കൂടി മോള് പറയാ, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അമ്മ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും നല്ലൊരു കൈ എടുക്കാം. വെരി ഗുഡ്, മിടുക്കി, സൂപ്പർ. ഇതുപോലെ മുന്നോട്ട് പോവാ. യെസ്, നമ്മുടെ ഗോൾഡ് മെമ്പർ ആയിട്ടുള്ള സുജ ഇവിടെ ഉണ്ട്. യെസ് സുജ പറയൂ, എക്സ്പീരിയൻസ് പറയൂ സുജ. നമുക്ക് മാറ്റം 20 days ചലഞ്ച് ചെയ്ത് തുടങ്ങുമ്പോഴേ ഒരു മാറണം എന്നുള്ള ഒരു വ്യക്തി അപ്പോഴും മാറി തുടങ്ങും. യെസ്, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ഇല്ലാത്ത കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഉള്ളത് ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴും നമുക്ക് സന്തോഷം മനസ്സിൽ വന്ന് കഴിയും. അതെ,
സുജി ഒരു നമുക്ക് റിലേഷൻഷിപ്പ് ഹീലായ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലെ? മാജിക് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ചെയ്തത് എനിക്ക് അന്ന് തന്നെ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. അതിലാണ് ഞാൻ വിശ്വസിച്ച് തുടങ്ങിയത്. ആദ്യമൊക്കെ ചെറിയ വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും അത് ഞാൻ സ്റ്റക്ക് ആയിപ്പോയി. ഞാൻ അന്ന് ചെയ്തപ്പോഴത്തെ തന്നെ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് 8 വർഷമായിട്ട് ഞാൻ മിണ്ടാതിരുന്ന ആളുമായിട്ട് നമ്മൾ മിണ്ടി തുടങ്ങി. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, അതൊരു ഫാമിലി മെമ്പർ തന്നെയാണ്. ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ എല്ലാവരും ഒക്കെ അറ്റൻഡ് 8 ചെയ്ത് വളരെ വർഷമായിട്ട് സന്തോഷം. മിണ്ടാതിരുന്ന ആ റിലേഷൻഷിപ്പ് ഹീലായി അല്ലെ? അത് ടീച്ചറെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്ന ഒരു 5 മിനിറ്റ് ഉള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. പിന്നെ ഇപ്പൊ എപ്പോഴും സന്തോഷമാണ്. എല്ലാം നമുക്കുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. എന്തെല്ലാം അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇതുവരെയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് ടീച്ചർ പറയുന്ന കണക്ക് ഒരു ദുഃഖപുത്രിയായിട്ട് ചാക്കോ മാഷായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. എത്ര വർഷമായിട്ട്? 2 വർഷം ഞാൻ ഉറങ്ങി ജീവിക്കുകയായിരുന്നു. ചുമ്മാ 2 വർഷമായിട്ട് ചുമ്മാ നെഗറ്റീവ് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പം അതിനെപ്പറ്റി ഒന്നും ചിന്തയില്ല. കുട്ടികളുടെ അടുത്ത് നല്ല സ്നേഹമോ, കൊച്ചുങ്ങൾ തന്നെ. ഇളയാളിനെ ഞാൻ കിഡ്സിൽ ചേർത്ത്, മൂത്ത ആളിനെ ഞാൻ ടീംസിൽ ചേർത്ത്. അപ്പൊ ഞാൻ നന്നാവുമ്പോ മക്കള് കുഴപ്പമില്ല, എല്ലാരും നല്ല സന്തോഷത്തില്ല. അപ്പൊ എന്റെ സന്തോഷം ഞാൻ മാത്രം സന്തോഷിച്ചാ പോരല്ലോ, എന്റെ കുട്ടികളും സന്തോഷിക്കണം. അപ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞു എല്ലാരും ചേർക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും ഞങ്ങള് 6:30 തൊട്ട് ടീച്ചറിന്റെ കൂടെ തന്നെ 6:30, 7 മണിക്ക് പിന്നെ ഗോൾഡൻ ക്ലാസ്, 8 മണിക്ക് ടീനേജിന്റെ ക്ലാസ്, 9 മണിക്ക് വീണ്ടും ഞാൻ സിൽവറിന്റെ ക്ലാസ്. 1 PM ആയിരുന്നു. എനിക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പൊ ഞാൻ 9 PM ചേർന്ന് 6:30 തൊട്ട് ടീച്ചറിന്റെ കൂടെ തന്നെ. ലൈഫ് എങ്ങനെ മാറി? സന്തോഷമാണ്. മറ്റേത് ചുമ്മാ ഇരുന്ന് ചിന്തയായിരുന്നു, നെഗറ്റീവിന്റെ ആളായിരുന്നു. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു ചിന്തയും ഇല്ല. ഫുൾ ടൈം ഹാപ്പിയാണ്. വെരി ഗുഡ്. ഓരോന്ന് ചിന്തിക്കുമ്പോഴും ടീച്ചർ പറയുന്ന ആ ചിന്തകളെയൊക്കെ അങ്ങ് മാറ്റി വെക്കുക എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്പോഴേ ദുഃഖത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നതേ ഇല്ല. വെരി ഗുഡ്, എക്സലന്റ്, സൂപ്പർ. എല്ലാരും സുജയ്ക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻ സുജ, വെരി ഗുഡ്, സൂപ്പർ. യെസ്, നമ്മുടെ ശില്പ മാം ഉണ്ട്. ശില്പ മാം ഗോൾഡ് മെമ്പർ ആണ്, സിൽവർ മെമ്പർ ആണ്. യെസ്, പറയൂ ശില്പ മാം. ഞാന് ടീച്ചറിന്റെ കൂടെ കണ്ടുമുട്ടാൻ ഒത്തിരി വൈകി ടീച്ചറിനെ. കഴിഞ്ഞ 2024 മെയ്യിലാണ് ടീച്ചറിനെ കാണുന്നത്, ടീച്ചറിന്റെ വീഡിയോസ് കാണുന്നത്. അതിനുശേഷം ഞാൻ വന്ന് മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയി. അതിനുശേഷമാണ് സിൽവർ ക്ലാസിനെ കുറിച്ചും ഒരുപാട് പേരുടെ അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ അറിയുന്നത്. വളരെ എക്സൈറ്റ്മെന്റോടുകൂടി പിന്നെ ഒരു സംശയത്തോടും കൂടിയാണ് ഞാൻ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കൊരു ആദ്യത്തെ 2-3 ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഈ ഭയങ്കര പിന്നെ ത്രില്ലിംഗ് ആണ്. 9 മണിയാകാൻ ഞാൻ അങ്ങ് വെയിറ്റ് ചെയ്യും. ഇങ്ങനെ 8:30 ആകുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങുന്നില്ലല്ലോ, 9 മണി ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ആകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഭയങ്കര നെഗറ്റീവില് ജീവിച്ച ഒരാളാണ്. എന്റെ എന്റെ സർക്കിൾ ആണെങ്കിൽ പോലും അത്രയ്ക്കും നെഗറ്റീവാണ്. എപ്പോഴും നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാം അങ്ങനെ ഒരു വെബിനാർ, സൺഡേ വെബിനാർ ചെയ്തത്. അപ്പൊ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി നമുക്കും മാറാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കേണ്ട, സ്വയം മാറുക. അങ്ങനെ ഞാൻ ശരിക്കും സ്വയം മാറിയതനുസരിച്ച് എന്റെ വീട്ടിലും അതിന്റെ ശരിക്കും ഞാൻ മറ്റേത് പിള്ളേരെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു. വൈകുന്നേരം വന്ന് ഇങ്ങോട്ട് വന്ന് വിളക്കത്ത് ചോദിച്ചു പിള്ളേരോട് തുടങ്ങും വഴക്ക്, പഠിക്കടാ എന്താണ്. ഞാൻ ജോയിൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ആ ഒരു ശീലം ശരിക്കും എന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയി. പിള്ളേരും നമ്മളുടെ ഒപ്പം തന്നെ. ഞാൻ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ ഗോളിൽ നിന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ച അത് എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നില്ല, അവരുടെ കൂടെ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ മനസ്സിൽ സെറ്റ് ചെയ്ത് പറഞ്ഞു ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച 2 പേരും ഇരുന്ന് ഹോംവർക്ക് എഴുതുന്നു. ഒരാള് വായിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ, അപ്പൊ നമ്മളും ശ്രമിച്ചാൽ നടക്കും, നമ്മളും ചിന്തിച്ചാൽ ജീവിതം മാറും എന്ന് മനസ്സിലായി. അതുമല്ല നമ്മൾക്ക് ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലും വർക്കാകും എന്ന് എനിക്ക് മനസ്സിലാക്കി തുടങ്ങി. ചെറിയ ഗോളാണ് പിന്നീട് സെറ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഞാൻ ടീച്ചറിനൊപ്പം തന്നെ ഒരു 28 ഡേയ്സ് ചലഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ കയറി 7ാമത്തെ ദിവസമാണ് ഇതുപോലെ മാമിന്റെ ആ ഒരു 22ാമത്തെ ദിവസത്തെ ചെക്ക് എഴുതി വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഇത്. അന്ന് ഞാൻ ഇതുപോലെ ചെക്ക് ഞാനിങ്ങനെ എഴുതി വെച്ചു. 15,000 രൂപയുടെ ഒരു ചെക്ക് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് എനിക്കത് കിട്ടുമോ ഇങ്ങനെ ഞാനിങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് എനിക്കത് വരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പൊ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. ഞാനിങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ എനിക്കിങ്ങനെ ഗൂഗിൾ പേയിൽ നമ്മുടെ സൗണ്ട് കേൾക്കുന്നു. ഞാനിങ്ങനെ ഓടി വന്ന് നോക്കി, അപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് 15,000
അതെനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി. ഭയങ്കര വിശ്വാസമായി പോയി. പിന്നീട് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ എന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ട്രാൻസ്ഫർ ആയി, അവർ പോയി. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമ്മളുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട്. അപ്പം നമ്മളൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലായിരുന്നു. അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഒക്കെ വന്നു, ചിട്ടി കിട്ടി തുടങ്ങി. പിന്നെ അതിലും ഉപരി നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ 5,15,000 രൂപയുടെ ഒരു 12,000 രൂപയുടെ ചെക്ക് എഴുതിയ ദിവസം, അപ്പൊ തലേ ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ ചെക്ക് 5,12,000 രൂപ ചെക്ക് എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തു. യൂണിവേഴ്സ് 5,12,000 രൂപ തരുന്നു. അപ്പൊ ഞാനത് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ബക്കറ്റ് ലിസ്റ്റില് ചെറിയ ഗോളുകളാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. വലിയ ഗോളുകളിലേക്ക് പതുക്കെ പോകും. അപ്പൊ നമുക്കൊരു ആത്മവിശ്വാസം വരൂല എന്ന് മാം തന്നെ പറഞ്ഞില്ലേ, നമ്മൾ വലിയ ഗോളുകൾ ആദ്യം സെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാല് നമ്മൾ അത് നടക്കാൻ കാലതാമസം വരും. അപ്പൊ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് സന്തോഷമാവും. അപ്പൊ അങ്ങനെ ഒരു രാവിലെ ഇതുപോലെ സൺഡേ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഒരു വക്കീല്, ഒരു പോലീസ്, 2 മെമ്പേഴ്സ്, 2 പേരും കൂടെ വന്നു ഇങ്ങനെ വീട്ടില്. അപ്പൊ ഒരു 20 വർഷത്തിന് മുൻപ് എന്റെ അച്ഛൻ ഒരു ട്രസ്റ്റില് 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കല്യാണത്തിന്റെ ആവശ്യത്തിനൊക്കെ അന്ന് എടുക്കാമെന്ന് വിചാരിച്ച 22-23 വർഷമായി. അപ്പം അവർ ആ ട്രസ്റ്റ് എന്തോ പൈസയുടെ എന്തൊക്കെ മിസ്റ്റേക്ക് വന്ന ട്രസ്റ്റ് പൊട്ടി, അവരെല്ലാരും മുങ്ങിപ്പോയി. പിന്നെ അത് കിട്ടുംന്ന് വിചാരിച്ചതേ ഇല്ല, 3 ലക്ഷം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ പിന്നീട് അതിനുശേഷം ഈ പേപ്പറിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അവര് ഇങ്ങനെ വിധിയായി, അവരിങ്ങനെ കൊടുക്കാനൊക്കെ ആയി. അപ്പോഴും കിട്ടുവാണെങ്കിൽ 3 ലക്ഷം കിട്ടിയ ഒരു 50,000 രൂപ എക്സ്ട്രാ കിട്ടുമായിരിക്കും. ഒരു 3.5 ലക്ഷം രൂപ അത്രേ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ ടീച്ചറെ എനിക്കറിയില്ല, അന്ന് എനിക്ക് സൺഡേ കൊണ്ടുവന്ന് തന്ന പൈസ 5,15,000 രൂപയുടെ ചെക്കാണ് കൊണ്ടുവന്നത്. വാട്ട് എ മാജിക്. അപ്പൊ അന്ന് തന്നെ എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് വേണം എന്ന് ഞാനൊരു ഗോൾ സെറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സ്റ്റവ് വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർലോക്ക് വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 13 ഗോൾസ് 13 ഗോൾസ് സെറ്റായി. പിന്നെ പിറ്റേ ദിവസം രാവിലെ പോയി ഡ്രൈവിങ്ങിന് ചേരണം. 4 വീലർ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ചേർന്നിട്ടില്ല, ശരിയായത് കാരണം. അപ്പൊ ചേർന്നു, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ മാസം 16-ാം തീയതി ടെസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് എനിക്കൊരു ബക്കറ്റ് ലിസ്റ്റ് 25 കാര്യങ്ങൾ സെറ്റ് ചെയ്തത് ഞാനൊരു 21 കാര്യങ്ങൾ നേടിക്കഴിഞ്ഞു. ബാക്കി 4 കാര്യങ്ങൾ ഇനി അത് ഉടനെ തന്നെ നടക്കട്ടെ. ബ്ലെസ്സിങ്സ്. അതിൽ ബാക്കി 4 കാര്യം ഒരെണ്ണം സ്വിറ്റ്സർലൻഡ് യാത്രയാണ് ഒരെണ്ണം, പിന്നെ ഒരു മൂകാംബിക യാത്ര, പിന്നെ ഒരു 25 ടീച്ചറിന്റെ എല്ലാവിധ ബ്ലെസ്സിങ്സ്. ഇപ്പൊ ഗോൾഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലേ, ഫ്രീക്വൻസി ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറിന്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ശില്പ മാം, വെരി ഗുഡ്. എവറി വൺ ഗിവ് എ ബിഗ് ഹാൻഡ് ടു ശില്പ മാം. സൂപ്പർ കേട്ടോ, വെരി ഗുഡ്. സൂപ്പർ. യെസ്, ഇനി ആരാണ് ടീച്ചറിനോട് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ളത്? സഞ്ജു മാം പറയും. ഹലോ മാം, ഹായ്. ഞാന് മാമിന്റെ 2 സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ വളരെ പിന്നെ നെഗറ്റീവ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഇപ്പം എനിക്ക് പലരോടും ഫോർഗീവ്നെസ് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് ഭയങ്കര ഫ്രീ ആയി. വളരെ ഞാൻ നല്ല രീതിയിൽ സന്തോഷം എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാമിന്റെ ഹെൽത്ത് അഫർമേഷൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മാമിന് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മാമിനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഉണ്ടായി. അതിന് എനിക്ക് മാമിനോട് വളരെയധികം നന്ദിയും കടപ്പാടും ഉണ്ട്.